ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് നമുക്കൊക്കെ ഈ ഒരു ജന്മം കിട്ടിയത്. ഇത് പാഴാക്കരുതെന്നാണ്. നമുക്കൊക്കെ ആയുസ്സും വളരെ കുറവാണ്. ഇപ്പം എത്ര കാലമാണ് ഒരാൾ ജീവിക്കുക? പരമാവധി പോയി കഴിഞ്ഞാൽ 100 വയസ്സ് വരെയാണ് ഒരാളുടെ ആയുസ്. ഈ 100 വയസ്സ് വരെ ഇരുന്ന് ആരെയും നാമം ജീവിക്കണ്ടോ? അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണ്ടോ? ഈ സത്സംഗത്തിൽ ഏർപ്പെടുണ്ടോ? ഈ 100 കൊല്ലമൊന്നും ആരും ചെയ്യാൻ പോകുന്നില്ല. നല്ല ഒരു കണക്ക് ഇവിടെ പ്രഹ്ലാദൻ അവതരിപ്പിക്കുന്നുണ്ട്. നല്ലൊരു കണക്ക്. ഇവിടെ 100 വയസ്സ് വരെ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ആള് ഉറങ്ങണ്ടത്ര എത്ര വർഷമാണല്ലേ? 50 വർഷം. അപ്പോൾ ചോദിക്കാം, ഈ 50 കൊല്ലമൊക്കെ കിടന്നുറങ്ങുമോ? എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 50 കൊല്ലമൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. വെച്ചാൽ ആയുസ്സിൻ്റെ പകുതി ഉറങ്ങണമല്ലോ. ദിനരാത്രങ്ങൾ ഏതാണ്ട് സമമല്ലേ? അപ്പോൾ രാത്രി മുഴുവൻ ഉറങ്ങിപ്പോണ്ട്. അപ്പോൾ 100ന്ന് 50 കഴിച്ചാൽ ബാക്കി 50 ആളത്. ഈ 50-ൽ 20 കൊല്ലക്കാലം കുട്ടിക്കളിക്കായിട്ട് മാറ്റി വെക്കണം. അപ്പോഴും ഈശ്വരഭജനൊന്നും അവിടെ ഇല്ല. ബാക്കി എത്രയുണ്ട്? 30 ഉണ്ട്. ഈ 30-ൽ 20 കൊല്ലക്കാലം മഹാവാർദ്ധക്യത്തിനായിട്ട് മാറ്റി വയ്ക്കണം. ബാക്കി എത്ര? 10. അപ്പോൾ 100 വയസ്സ് വരെ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇയാൾ ജീവിച്ചത് ഇപ്പം എത്ര കൊല്ലാന്ന് വെച്ചാൽ വെറും 10 കൊല്ലം. അത് 100 കൊല്ലം ഇരുന്നാൽ ഇല്ല, 70-ൽ പോയി നോക്കിയാൽ ആകെ കൂടി 7 കൊല്ലം ഇയാൾ ജീവിച്ചുള്ളൂ. അതിനപ്പുറമൊന്നും ജീവിച്ചിട്ടില്ല. ഈ 10 കൊല്ലം അല്ലെങ്കിൽ 8 കൊല്ലം, ഈ 7 കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ എത്ര ചെറിയ കാലം. ഈ സമയത്ത് നാമജപം നടക്കണ്ടോ? ഇല്ല. അപ്പോൾ ഈ സമയത്ത് എന്താ ചെയ്യണത്? ദുരാപൂരേണ കാമേന മോഹേന ശബലീയസ. ഓരോരോ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാനായിട്ട് പല വഴിക്ക് ഓടുണ്ട് എന്നല്ലാതെ, ഓടിച്ചാടി നടക്കേണ്ടതെന്നല്ലാതെ ഇവിടെ നാമജപവും ഇല്ല, നമസ്കാരവും ഇല്ല, ദേവാലയവും ഇല്ല, അതൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ? പകൽ മുഴുവൻ ഉദ്യോഗഭാരമായിട്ട് പോയി, വൈകുന്നേരം വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒഴിവുണ്ടോ? ഇല്ല. അവിടെ ഒരാൾ കാത്തിരിക്കേണ്ട. ആരാ? ഒന്നിക്ക് ഭാര്യ കാത്തിരിക്കേണ്ട, അല്ലെങ്കിൽ ഭർത്താവ് കാത്തിരിക്കേണ്ട. അവരോട് എന്തെങ്കിലും സംവദിക്കേണ്ടതായിട്ട് വരും. വീട്ടിൽ വല്ല വിരുന്നുകാർ വന്നുണ്ടാവും, അവരോട് സംസാരിക്കേണ്ടതായിട്ട് വരും. ഇനി അതും അല്ലെങ്കിൽ കൊച്ചു കുട്ടികളുണ്ടാവും, അവരോട് സംസാരിക്കേണ്ടതായിട്ട് വരും. ഇതെല്ലാം കൂടി കഴിയുമ്പോഴേക്ക് അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. പിറ്റേന്ന് പ്രഭാതമായി കഴിഞ്ഞാൽ യന്ത്രം പോലെ ഇതിൻ്റെ പുറകെ പോകാറായി. ഇങ്ങനെ ചുരുക്കം നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നോക്കിയാലും ദുഃഖം മാത്രമുള്ളതായ ഒരു ജീവിതമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരിക്കലല്ല. അപ്പോൾ ആനന്ദം ഉണ്ടാവണം അല്ലേ? അതിനെന്തുണ്ടാവണം? ഭക്തി ഉണ്ടാവണം. അപ്പോൾ ഈ അസുരബാലകന്മാർക്ക് സംശയം. അവർ ചോദിച്ചു, അല്ല നമ്മളൊക്കെ അസുരന്മാരല്ലേ? അപ്പോൾ നമുക്ക് പറഞ്ഞ പണിയാണോ ഇത്? ഈ നാമജപിക്കുക, അമ്പലങ്ങളിൽ പോകാന്നൊക്കെ പറഞ്ഞാൽ അത് മോശമല്ലേ? ആരെയും കണ്ടാൽ എന്താ വിചാരിക്കുക? ഈ അസുരന്മാരായ നമ്മളൊക്കെ ഈ നാമം ജപിച്ചുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അത് മോശം. കൂട്ടക്കാർ ചിലപ്പോൾ പുറത്താക്കി എന്നൊക്കെ വരും. എന്താ വെച്ചാൽ വെപ്പെന്താ വെച്ചാൽ നമ്മളൊക്കെ നിരീശ്വരവാദികളാണ് ഒരു വാദം അല്ലേ? ഇതാണ് വെപ്പ്. അപ്പോൾ ഈ കൂട്ടക്കാർ ചിലപ്പോൾ കൂട്ടത്തിന് പുറത്താക്കിയെന്ന് വരും. അപ്പോൾ തമ്മിൽ ഭേദം ഇത് പോകാണ്ടിരിക്കില്ലേ? ഇതൊക്കെ വേണമെന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് ചോദിക്കണത്, ആരാ പറഞ്ഞത് നിങ്ങൾ അസുരന്മാരാന്ന്? ആരെങ്കിലും ഇവിടെ അസുരന്മാരായിട്ട് ജനിക്കുന്നുണ്ടോ? ആരും അസുരന്മാരായിട്ടും ദേവന്മാരായിട്ടൊന്നും ജനിക്കുന്നില്ല. പിന്നെ ഈ പ്രവൃത്തിയും ചിന്തയാണ് ഓരോരുത്തരും ഈ അസുരനാക്കണതും ഈ ദേവനാക്കണതും. ഇവരുടെ പ്രവൃത്തിയും ചിന്തയും മാത്രം. അപ്പോൾ അത് ആ സത്യത്തെ, ആ പരമാർത്ഥത്തെ തിരിച്ചറിയണം, മനസ്സിലാക്കണം. ആസുരം ഭാവം ഉന്മുച്യാണ്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭാവമുണ്ട്, ഞാൻ അസുരനാണ്. ഈ ഭാവമാണ് പലപ്പോഴും നിങ്ങളെ കേടുവരുത്തുന്നത്. അല്ലാതെ ഇവിടെ ആരും അസുരന്മാരായിട്ട് വരുന്നില്ല. അപ്പോൾ ആദ്യം വേണ്ടത് ഈശ്വരഭജനത്തിൻ്റെ ബാലപാഠം. തസ്മാത് സർവേഷു ഭൂതേഷു ദയാം കുരുത സൗഹൃദം. അപ്പോൾ ആദ്യം വേണ്ട എന്താ? സർവഭൂതങ്ങളിലും ദയുണ്ടാവുക. ദയാന്ന് വെച്ചാൽ മറ്റൊരാളുടെ സങ്കടം കാണുമ്പോൾ അതൊന്ന് തീർത്തു കൊടുക്കണം എന്ന ചിന്ത ഉണ്ടാവുകയാണെങ്കിൽ അത് ദയയായിട്ട് മാറി. ഇതാണ് കാര്യമായിട്ട് വേണ്ടത്. അല്ലാതെ വേറൊന്നും കേൾക്കാൻ ആവശ്യമില്ല. ആട്ടെ, നിനക്ക് ഇവിടുന്ന് കിട്ടി? ഈ കുട്ടികളിൽ ചിലർ ചോദിച്ചു, എവിടെ നിന്നാണ് എനിക്ക് വിവരം കിട്ടിയതാണ്? ആരാ നിനക്കിതൊക്കെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞു തന്നത്? അപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, അതോ പണ്ട് നാരദ മഹർഷി പറഞ്ഞു തന്നതാണ്. ശ്രുതമേ തന്മയാ പൂർവം ജ്ഞാനം വിജ്ഞാന സംയുതം ധർമ്മം ഭാഗവതം ശുദ്ധം നാരദാത് ദേവദർശനാത്.
ഈ കാര്യങ്ങളൊക്കെ ഞാൻ എവിടുന്നാണ് പഠിച്ചത്? ആ നാരദ മുഖത്തുനിന്ന് പഠിച്ചതാണ്. അതെപ്പോഴാന്ന് ചോദിച്ചു. ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല, നാരദർ ഇവിടെ വന്നിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ എപ്പോഴാണ് നാരദർ ഇവിടെ വന്നതും നിന്നെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തന്നതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാട്ടെ. അപ്പോൾ ആ പഴയ കഥ പറഞ്ഞു കൊടുത്തു. പണ്ട് ഹിരണ്യകശിപു തപസ്സനായിട്ട് പോയ ആ കാലം, അന്ന് കയാധുവിൻ്റെ ഗർഭത്തിനകത്താണ് ഈ പ്രഹ്ലാദനുള്ളത്. ഇവിടെ ഈ ഗർഭിണിയായിരിക്കുന്ന കയാധുവിനെ പിടിച്ചുകൊണ്ടുപോയി ദേവേന്ദ്രൻ. വഴി വെച്ച് നാരദർ കണ്ടു, തടഞ്ഞു. നാരദർ കയാധുവിനെ കൂട്ടി തൻ്റെ ആശ്രമത്തിൽ പോയി. അവിടെ വെച്ച് നാരദർ ഭക്തിമാർഗം ഈ കയാധുവിനായിട്ട് ഉപദേശിച്ചു കൊടുത്തു. പക്ഷേ കയാധു അത് കേട്ടിട്ടില്ല. പാവം ക്ഷീണമുള്ളതുകൊണ്ട് ഉറങ്ങിപ്പോയി. പക്ഷെ ഈ കയാധു ഉറങ്ങിയിട്ടും ഇദ്ദേഹം പറയണത് നിർത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ഒരാൾ ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കുന്നുണ്ട്. ഈ പ്രഹ്ലാദനത് ഗർഭത്തിനകത്തിരുന്ന് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം നിർത്തിയില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഈ ഗർഭത്തിൽ വെച്ച് കേട്ടതായിരിക്കുന്ന സംഗതികളാണ് ഇന്നിപ്പോൾ എൻ്റെ മനസ്സിൽ ഉള്ളത്. ഇത് കേട്ടപ്പോൾ കുട്ടികൾക്ക് ആകാംക്ഷയും എന്നാൽ കൂടുതലായിട്ട് അറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു തരാം. ശ്രദ്ധയോടുകൂടിയിട്ട് കേൾക്കണമെന്നാണ്. ഭവതാം അഭിഭൂയാന്മേ യതി ശ്രദ്ധ ദധേ വച വൈശാരതി ധീ ശ്രദ്ധാത സ്ത്രീ ബാലാനാം ച മേ യഥാ. അതീവ ശ്രദ്ധയോട് കൂടിയിട്ട് ഇത് കേട്ട് കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള സംശയങ്ങൾക്കും ഇവിടെ ഉത്തരമായി. അല്പം അകത്തോട്ടിറങ്ങിയിട്ട് പ്രഹ്ലാദൻ സംസാരിക്കാൻ തുടങ്ങി. നേരത്തെ സൂചിപ്പിച്ചു, കുറച്ച് കാലമാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞു. ഇന്ന് കണ്ട ആളെ ഇപ്പോൾ നാളെ കാണാൻ പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. ഓരോ ദിവസവും ഉറങ്ങുമ്പോൾ ഭഗവാനോട് പറയുക, യോഗം ഉണ്ടെങ്കിൽ നാളെ എണീപ്പിക്കണേന്നാണ്. എന്നുവെച്ചാൽ നാളെ രാവിലെ എഴുന്നേറ്റോളം എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഒരു ഉറപ്പും ആർക്കുമില്ല. അപ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേൾക്കുക. എങ്ങനെയാണത്രേ? ജന്മാദ്യ ഷഡിമേ ഭാവ ദൃഷ്ട ദേഹസ്യ ന ആത്മന. ഈ പരമാർത്ഥം അറിയണം. അപ്പോൾ ജന്മാദ്യ ഷഡിമേ ഭാവ, ജന്മം മുതൽക്കുള്ളതായ 6 ഭാവങ്ങൾ. ഏത് ജന്മം മുതൽക്കുള്ള ഈ 6 ഭാവങ്ങൾ? ഒന്ന് ജന്മം, അടുത്ത ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, അവസാനത്തെ മരണം എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ 6 എണ്ണം ജന്മാദ്യ ഷഡിമേ ഭാവ ദൃഷ്ട, ഇത് കാണപ്പെടുന്നുണ്ട്. എവിടെയാണിത് കാണുന്നത്? ദേഹസ്യ, ഈ ശരീരത്തിൽ മാത്രം. ന ആത്മന, ആത്മാവിന് ഇത് ബാധിക്കുന്നില്ല. ആത്മാവിനെ സംബന്ധിച്ച് അവിടെ ജന്മമില്ല, യൗവനമില്ല, വാർദ്ധക്യമില്ല, മരണവുമില്ല. ഇതൊക്കെ ആർക്ക് മാത്രമേ ഉള്ളൂ? ശരീരത്തിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിനകത്തുള്ള ആ തേജസ്സിന് ഒരു മാറ്റവും ഇവിടെ സംഭവിക്കുന്നില്ല. എന്നാൽ ഒരു ദിവസം ഇതിവിടെ നിന്ന് ഇറങ്ങിപ്പോകും, പോയേ മതിയാവുള്ളൂ. അത് ഏതുപോലെയാണത്രേ? ഫലാനാം ഇവ വൃക്ഷസ്യ കാലേനീശ്വരമൂർത്തിന. നല്ല 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 ഉദാഹരണങ്ങളൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ ഫലാനാം ഇവ വൃക്ഷസ്യ കാലേനീശ്വരമൂർത്തിന. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഫലാനാം ഇവ വൃക്ഷസ്യ, ഒരു പ്ലാവില് ചക്കയുണ്ടായെന്ന് വിചാരിക്കും. ഈ ചക്ക കുരുന്നായിരിക്കുന്ന സമയത്ത് അതിൻ്റെ കണ്ണിക്ക് നല്ല ബലമുണ്ട്. അത് ഒന്ന് മൂക്കണ സമയത്തും ഈ കണ്ണിക്ക് ബലമുണ്ട്. എന്നാൽ പഴുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കണ്ണിയുടെ ബലം ക്ഷയിക്കാൻ തുടങ്ങും. അങ്ങനെ നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാലോ, നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാൽ ഈ കണ്ണി ഒന്നങ്ങോട്ട് ചുരുങ്ങി. അപ്പോഴാണ് ഒരു പാവം പിടിച്ച പക്ഷി ആ വഴിക്ക് വരുന്നത്. അതെവിടേക്കോ പോവുകയാണ്. അതിങ്ങനെ പറന്ന് പോകുന്ന സമയത്ത് ഈ പക്ഷിക്ക് തോന്നി, വയ്യ, എവിടെയെങ്കിലും ഇരിക്കണം തോന്നി. ഇപ്പോൾ ഇവിടെ ഇരിക്കുക, നേരെ വന്നിരുന്നു. ആ കൊമ്പിൽ അങ്ങോട്ട് വന്നിരുന്നു. ഈ പ്ലാവിലെ ഈ ചക്കയുള്ള ഈ കൊമ്പിൽ ഈ പക്ഷി അങ്ങോട്ട് വന്നിരുന്നു. അപ്പോൾ ഈ പക്ഷി ഇരിക്കേണ്ട താമസം ഈ ചക്ക താഴ്ത്തു നിന്നു. ഇത് കണ്ടവർ പറഞ്ഞു, അവനാണ് ചക്ക തള്ളി താഴ്ത്തിട്ടത്, അവനാണ് ഈ ചക്ക തള്ളി താഴ്ത്തിട്ടത്. ഈ പക്ഷിയാണോ ചക്ക തള്ളി താഴ്ത്തിട്ടത്? ഈ പക്ഷി ഇരുന്നപ്പോൾ അത് വീണുള്ളത് സത്യമാണ്. ഈ പക്ഷി ഇരുന്നത് ഒരു കാരണം പറയാനേ ഉള്ളൂ. ഈ ചക്കയ്ക്ക് വീഴേണ്ട സമയമായി, അതുകൊണ്ടത് പോയി നിന്നു. ഇതേപോലെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ. ശ്രദ്ധിക്കണേ, ഇതേപോലെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ. ഒരു ദിവസം എന്തായാലും പോകണ്ടേ ഉടനെ, ഒരു ദിവസം പോകണം. ആ പോവാനായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. കാരണം കൂടിയേ മതിയാവുള്ളൂ. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും.
ഈ കാരണം ഇല്ലാതിരുന്നു കഴിഞ്ഞാലോ, കാരണം ഇല്ലാതിരുന്നാൽ കേൾക്കാൻ വലിയ സുഖമൊന്നുമില്ല. അപ്പോൾ അതാ മുത്തശ്ശി മരിച്ചു എന്ന് പറഞ്ഞു. ആ മുത്തശ്ശി മരിച്ചോ? മുത്തശ്ശി മരിച്ചു. എങ്ങനെയാണ് മുത്തശ്ശി മരിച്ചത്? വെറുതെ മരിച്ചു. ആരെയും പറയും വെറുതെ മരിച്ചു എന്ന്? ഈ വെറുതെ മരിച്ചു എന്ന് പറയുന്ന സമയത്ത് അല്ലെ തന്നെ മരിച്ചു എന്ന് പറയും. ശരിക്കും തന്നെയാണ് പോണത്. പക്ഷേ ആരും പറയില്ല ആ മുത്തശ്ശി മരിച്ചു അല്ലെങ്കിൽ മുത്തശ്ശൻ മരിച്ചു. എങ്ങനെ? തന്നെ മരിച്ചു അല്ലെങ്കിൽ വെറുതെ മരിച്ചു, ഇത് പറയില്ല. അവിടെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. കാരണം കൂടിയേ മതിയാവുള്ളൂ. അപ്പോഴോ ആ മുത്തശ്ശി മരിച്ചു. എങ്ങനെയാണ് മരിച്ചത്? അപ്പോഴേക്ക് കുറച്ച് വൈകാരികമാവണം. എന്നുവെച്ചാൽ കുറച്ചൊരു വൈകാരികമായിട്ട് പറയും. ആ മുത്തശ്ശിയോട് പറഞ്ഞാലും അതിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എത്ര തവണ പറഞ്ഞു അറിയോ? ഒരു ദിവസം ആ മുത്തശ്ശി എന്ത് ചെയ്തു വെച്ചാൽ നല്ല ഘനമുള്ള ഒരു പാത്രത്തിൽ വെള്ളം തൂക്കി പിടിച്ചുകൊണ്ട് നേരെ ആ കുളിമുറിയിലേക്ക് കുളിക്കാനായിട്ട് പോയി. പല വട്ടം പറഞ്ഞത് ആ മുത്തശ്ശിയോട് വെള്ളം ഞങ്ങൾ കൊണ്ടുവച്ച് തരാം, പറച്ചിലുകൾ കൊണ്ടുവച്ച് കൊടുക്കാറൊന്നുമില്ല. എന്നാലും വെള്ളം ഞങ്ങൾ കൊണ്ടുവച്ച് തരാമെന്ന് പല വട്ടം ആ മുത്തശ്ശിയോട് പറഞ്ഞതാണ്. എന്നാൽ പറഞ്ഞത് കേൾക്കാതെ ഈ മുത്തശ്ശി എന്ത് ചെയ്തു വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ പാത്രം ഇങ്ങനെ താങ്ങി പിടിച്ച് തിത്ത എന്ന് പറഞ്ഞ് നേരെ ആ കുളിമുറിയുടെ വാതിൽ അങ്ങോട്ട് തുറന്ന് വലതുകാല് വെച്ച് അകത്ത് കയറി സറ എന്നും പറഞ്ഞ് അവിടെ അങ്ങോട്ട് വീണു. ആ വീഴ്ചയെന്ന് പിന്നെ എണീറ്റിട്ടില്ല. ഇതിങ്ങനെ പറയുന്നൊരു സുഖമുണ്ട്. വെറുതെ മരിച്ചു. ഈ വെറുതെ മരിച്ചു എന്ന് പറഞ്ഞാൽ കേൾക്കാനും സുഖമില്ല. അപ്പോൾ നമ്മളാരും പേടിക്കണ്ട, നമ്മളാരും വിഷമിക്കും വേണ്ട. നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ ആ മഹാദേവർ എന്തെങ്കിലും ഒരു കാരണം വെച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ എന്താ കാരണം എന്ന് ഈ മക്കൾക്കല്ലാണ്ട് വേറെ ആർക്കും അറിയില്ല. നമ്മളറിയാൻ പോകുന്നില്ല. എന്തെങ്കിലും ഒരു കാരണം, ഈ ലോകം വിട്ടുപോവാൻ എന്തെങ്കിലും ഒരു കാരണം എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എന്താണെന്ന് അറിയണം, അത്രയേ വേണ്ടൂ. അത് അറിയണ്ട, പോട്ടെ. അതേക്കുറിച്ച് ചിന്തിക്കും വേണ്ട. ഇനി എന്നാ മരിക്കുക, ഇനി മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാ പോവുക, അതേക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ചിന്തിക്കേണ്ട എന്താ? ഈ മരണം വരെ ജീവിതം എങ്ങനെയാവണം എന്നാണ്. മനസ്സിലാവുണ്ടോ? മരണം വരെ എങ്ങനെ വേണം ജീവിക്കാൻ, അതേക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. എങ്ങനെയാവട്ടെ? ഗുരു ശുശ്രൂഷയാ ഭക്തിയ സർവലബ്ധാർപ്പണേന ച സംഗേന സാധുഭക്താനാം ഈശ്വരാരാധനേന ച. ഗുരുവിങ്കിൽ ഭക്തി ഉണ്ടാവുക, സജ്ജന സംസർഗം ഉണ്ടാവുക, ശ്രദ്ധയുണ്ടാവുക, ആ ഈശ്വരങ്കിൽ അതീവ ശ്രദ്ധയുണ്ടാവുക, നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, നാമം ജപിക്കുക, അങ്ങനെ ക്രമത്തിൽ മനസ്സിലാക്കുക. ഹരിഹി സർവേഷു ഭൂതേഷു ഭൂതാത്മാ വസ്ഥിതഃ സദാ. ഹരി സർവേഷു ഭൂതേഷു. ആ ശ്രീഹരിയാണ് എല്ലായിടത്തും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നത്. ഈ പരമതത്വത്തെ നന്നായി അറിഞ്ഞുകൊണ്ട്, നന്നായി മനസ്സിലാക്കിക്കൊണ്ട് നല്ല ശ്രദ്ധ ആ ഭഗവാനിൽ ഉണ്ടായിരിക്കുക. ഓരോ ശ്വാസത്തിലും വിളിച്ചുകൊള്ളുക എന്നാണ്. ഭഗവാനെ വിളിക്കുക. കാരണം ഇവിടെ കഴിഞ്ഞുകൂടുന്നത്, നാം ഓരോരുത്തരും ഇവിടെ കഴിഞ്ഞുകൂടുന്നത് ആ ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ കാരുണ്യം ഇല്ലാണ്ട് ശ്വാസം വലിക്കാൻ പറ്റുമോ? ഇല്ല. അനങ്ങാൻ പറ്റുമോ? അതുമില്ല. അപ്പോൾ ഓരോ ക്ഷണവും നമുക്ക് കഴിയാൻ സാധിക്കുന്നത് ആ ഭഗവാന്റെ ഒരു കാരുണ്യം മാത്രമാണ്. അപ്പോൾ വേണ്ടെന്താ? ഓരോ ശ്വാസത്തിലും ഉച്ചത്തിൽ വിളിക്കുക, ഹരേ നാരായണ, ഹരേ നാരായണ. നമ്മുടെ ഓരോ ശ്വാസനിശ്വാസങ്ങളും നാമജപമായിട്ട് തീരട്ടെ എന്ന് ആശിക്കാം. ആയതിനാൽ എൻ്റെ ഹരിയുടെ, ആ ഭഗവാന്റെ ആ പ്രസാദം സമ്പാദിക്കാൻ ഇനി അതിൽ വേണ്ട യോഗ്യത എന്താ? ഇനി പിന്നതാവണം, ബ്രാഹ്മണനാവണം, അല്ലെങ്കിൽ ക്ഷത്രിയനാവണം, വൈശ്യനാവണം, ശൂദ്രനാവണം, സന്യാസിയാവണം, വാനപ്രസ്ഥനാവണം എന്നൊന്നുമില്ല. ഇതൊന്നും ഭഗവാന്റെ അനുഗ്രഹത്തിന് കാരണമായിട്ട് തീരണമില്ല. വ്യക്തമായിട്ട് പ്രഭാതം പറഞ്ഞു കൊടുത്തു. നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജ പ്രീണനായ മുകുന്ദസ്യ നവൃത്തം ന ബഹുജ്ഞത ന ദാനം ന തപോനേജ്യ ന ശൗചം ന വ്രതാനി ച പ്രീയതേ അമലയാ ഭക്ത്യാ ഹരിഹി അന്യൽ വിഡംബനം.
ഇതൊന്നും ഈശ്വരഭജനത്തിന് കാരണമായിട്ട് തീരുന്നില്ല. പ്രിയതേ അമലയാ ഭക്തിയ, എത്ര കാലം വരെ ആ പരിപാവനയായിരിക്കുന്ന ആ ഭക്തി ഉണ്ടാകുന്നില്ലയോ അത്രയും കാലം കിട്ടാൻ പ്രയാസമാണ്. എന്നാൽ എന്ന് ആ ഭക്തി ഉണ്ടാവണോ ആ ക്ഷണം അതാ ഭഗവാന്റെ പ്രസാദം കിട്ടിയെന്ന് വേണം വിചാരിക്കാൻ, ക്ഷമിക്കാൻ. അപ്പോൾ ആയതിനാൽ നിങ്ങൾക്കെല്ലാവർക്കും ശ്രീഹരിയിൽ ഏകാന്ത ഭക്തി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ആശംസിച്ചുകൊണ്ടാണ് പ്രഹ്ലാദൻ തൻ്റെ വാക്കുകൾ അങ്ങോട്ട് നിർത്തിയത്. ഈ ഷണ്ടാമർക്കന്മാർ പുറത്തു പോണ സമയത്ത് ഒറ്റ പ്രഹ്ലാദനെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴോ ഈ കൂട്ടര് മുഴുവൻ പ്രഹ്ലാദന്മാരായിട്ട് തീർന്നുണ്ട്. ഇവരെല്ലാവരും പ്രഹ്ലാദന്മാരായിട്ട് തീർന്നിട്ടുണ്ട്. നേരെ ഓടിപ്പോയി ഹിരണ്യകശിപുവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇനി ഞങ്ങൾ പിടിച്ചോർത്ത് നിൽക്കില്ല എന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ പിടിച്ചോർത്ത് നിൽക്കില്ല, അങ്ങ് എന്താ വേണ്ടത് ചെയ്തോളാൻ പറഞ്ഞു. ക്രുദ്ധനായിരിക്കുന്ന ഹിരണ്യകശിപു ആ പ്രഹ്ലാദനെ അങ്ങോട്ട് വരുത്തിച്ചു. അച്ഛനെ കണ്ടപ്പോൾ അടുത്തെത്തി ആ കാല് തൊട്ട് ഒന്ന് നമസ്കരിച്ചു. ചവിട്ട് കൊണ്ട പാമ്പിനെ പോലെ ഹിരണ്യകശിപുവിനെ ചീറ്റാൻ തുടങ്ങി. ഹേ ദുർവിനീത മന്ദാത്മൻ കുലഭേദ കരാധമ, എവിടുന്ന് കിട്ടി നിനക്കിതിനുള്ള കഴിവ് എന്നാണ് ചോദിച്ചത്. എവിടുന്നാണ് നിനക്കിതിനുള്ള കഴിവ് കിട്ടിയിരിക്കുന്നത്? കിട്ടിയത് ഒരിടത്തുനിന്ന് മാത്രമാണ്, അത് ഹരിയിൽ നിന്നാണ്. അതെനിക്ക് എന്നല്ല, അച്ഛന് എല്ലാവർക്കും കിട്ടിയത് അവിടെ തന്നെയാന്ന് പറഞ്ഞു. മത് അന്യ ജഗതീശ്വര, ഞാനല്ലാതെ വേറൊരു ഈശ്വരനുണ്ടെങ്കിൽ കുവാസോ എവിടെയുണ്ടെന്ന് ചോദിച്ചു. എവിടെയുണ്ടെന്ന് ചോദിച്ചപ്പോഴോ ഇത്രയും നേരം ആ കുട്ടികളോട് പ്രസംഗിച്ചത് എന്താ വെച്ചാൽ ഹരിഹി സർവേഷു ഭൂതേഷു എന്ന്, എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞു. ഈ എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞതായിരിക്കുന്ന ഈ പ്രഹ്ലാദന് മാറ്റി പറയാൻ ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞു സർവത്ര എന്ന് പറഞ്ഞു. അതൊരു തർക്കുത്തരം പോലെ തോന്നിപ്പോയി. അങ്ങനെയെങ്കിൽ കസ്മാത് സ്തംഭേ എന്ന ഏതൊരു തൂണ് തൊട്ടുകൊണ്ട് ചോദിച്ചു, ഈ തൂണിൽ കാണുന്നില്ലല്ലോ എന്നാ. കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആദ്യം എൻ്റെ ഹരിയെ പിടിക്കട്ടെ, എന്നിട്ട് മതി ബാക്കി കാര്യം. ഉറയുന്ന വാളങ്ങോട്ട് ഊരിയെടുത്തു, അട്ടഹസിച്ച് ആ തൂണിൻ്റെ നേരെ അങ്ങോട്ട് പോയി ആ തൂണിന് ഒരു ഇട്ടി അങ്ങോട്ട് കൊടുത്തു. അതിഗംഭീരമായ ശബ്ദത്തിൽ ആ തൂണത രണ്ടായിട്ട് പിളർന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മന അദൃശ്യതാത്യത്ഭുത രൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. സ്തംഭേ സഭായാം, ആ തൂണിൽ നിന്ന് പുറത്തേക്ക് ചാടി. മൃഗാണോ അല്ല, മനുഷ്യനാണോ അല്ല, നരസിംഹമൂർത്തി. ഏകദേശം ഒരു ഉച്ച സമയത്താണ് ഈ നരസിംഹാവതാരം ഉണ്ടായത്. പിന്നെ ഈ സപ്താഹത്തിനൊക്കെ ആകുമ്പോൾ ഒരു അഴകാവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഉന്തി ഉന്തി തള്ളി തള്ളി ഈ സന്ധ്യയിലേക്ക് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ നരസിംഹാവതാരത്തിൻ്റെ ആ ഒരു മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച സമയമാണ്. എന്നാൽ ഈ സന്ധ്യാനേരത്ത് എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാനുള്ളൊരു ലീലയാണ് ഈ സന്ധ്യാനേരത്ത് ഉണ്ടായത്. അപ്പോൾ സത്യം വിധാതും നിജ ഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മന അദൃശ്യതാത്യത്ഭുത രൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. പിന്നെ വൈകുന്നേരം ആവുകോളം യുദ്ധം എന്ന് പറയണോ ലീല എന്ന് പറയണോ എന്നാണ്. അങ്ങനെ അവർ തമ്മിലൊന്ന് ആടി, ആരാ? ഹിരണ്യകശിപുവും ഈ നരസിംഹമൂർത്തിയും തമ്മിൽ. പിന്നെ ഇരുന്ന് ആലോചിച്ചു, എന്തൊക്കെ വരങ്ങളാണ് ഇവൻ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത്. ദേവന്മാർ, പക്ഷികൾ, മൃഗങ്ങൾ, ഗന്ധർവന്മാർ, ഇതിലൊന്നും താൻ പെടുന്നില്ല. പകലോ രാത്രിയോ മരണം ഉണ്ടാവരുത് പറഞ്ഞിട്ടുണ്ട്. ഇത് പകലുമല്ല രാത്രിയല്ല, സന്ധ്യാനേരാവാറായി. അകത്ത് വെച്ചോ പുറത്ത് വെച്ചോ മരണം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. പിടിച്ചു വലിച്ചങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി ഉമ്മറപ്പടിയിലേക്ക്. അകവുമല്ല പുറവുമല്ല. പിന്നെ ആകാശത്തിൽ, വെള്ളത്തിൽ, ഭൂമിയിൽ എന്നൊക്കെ പറഞ്ഞു വാരിയെടുത്ത് മടിയിൽ പിടിച്ചാണ്ട് കിടത്തി. ഇത് വെള്ളവുമല്ല കരയുമല്ല ആകാശവുമല്ല, മടിയിൽ പിടിച്ചാണ്ട് കിടത്തി. പിന്നെ അടുത്തതായിട്ട് വാങ്ങിച്ച വരം എന്താ വെച്ചാൽ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിപ്പെട്ട ഒന്നെന്ന് പറഞ്ഞു. താനാണ് ഈ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത്. ആ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി താൻ പെടുന്നുമില്ല. പിന്നെ അടുത്തതായിട്ട് വാങ്ങിച്ച വരാണ് ആയുധം ഇല്ലാതെയോ ആയുധത്തോടുകൂടിയോ മരണം ഉണ്ടാവാൻ പാടില്ല.
ജീവൻ ഉള്ളതുകൊണ്ടോ ജീവൻ ഇല്ലാത്തതുകൊണ്ടോ മരണം ഉണ്ടാവാൻ പാടില്ല. തൻ്റെ കയ്യിൽ വജ്രസമാനങ്ങളായിരിക്കുന്ന നഖങ്ങളുണ്ട്. ജീവനുണ്ടോ? വലുതാവുന്നുണ്ട്. എന്നാൽ അത് വെട്ടാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവനുമില്ല. ആയുധമാണോ? ആയുധമാണ്. ആർക്ക? പുലിവർഗങ്ങളിൽപ്പെട്ട മൃഗങ്ങൾക്ക് നഖം ആയുധമാണ്. എന്നുവെച്ചാൽ ഈ വർഗങ്ങളിൽപ്പെട്ട മൃഗങ്ങൾക്ക് ആയുധമെടുക്കാൻ ദൂരത്തേക്കൊന്നും വേണ്ട. സൃഷ്ടിയിൽ അവരുടെ കൈകാലുകളിൽ തന്നെ ഈ ആയുധമുണ്ട്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് നഖം ആയുധമല്ല. മനുഷ്യനെ സംബന്ധിച്ച് ഈ നഖം എന്താണത്രേ? നഖം ഭംഗിയുള്ള ഒന്നാണ്. അതായത് അലങ്കാരമാണ് നഖം. അതുകൊണ്ടാണ് ഓരോരുത്തർ കണ്ട ഓരോന്ന് ഇതിൻ്റെ കൂടെ തേച്ചുകൊണ്ട് നടക്കുന്നത്. എന്നാൽ ഈ മൃഗങ്ങൾ എന്തെങ്കിലും തേച്ചുകൊണ്ട് നടക്കുമോ? ഇല്ല, അവർക്ക് ആയുധമാണത്. എന്നാൽ മനുഷ്യനാണെങ്കിലും അലങ്കാരമാണ്. അപ്പോൾ സർവ വരങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഉഗ്രനായിരിക്കുന്ന ഹിരണ്യകശിപുവിനെ മടിയിൽ പിടിച്ച് കിടത്തി തൻ്റെ ആ മൂർച്ചയുള്ള വജ്രസമാനങ്ങളായ ആ നഖങ്ങളെ കുത്തിയിറക്കി അകത്തേക്ക് ഇറക്കി കുടലമാല വെച്ച് പുറത്തേക്കെടുത്ത് ആ ദേഹത്തെ തൻ്റെ ചുണ്ടോളം അടുപ്പിച്ച് ദൂരേക്ക് ഒരൊറ്റ അട്ടഹസിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് കണ്ടിരുന്നു. ആ പീഠത്തിനണ്ട് കയറിയിരുന്നു. സിംഹാസനായിട്ട് മാറി അട്ടഹസിക്കാൻ തുടങ്ങി. ബ്രഹ്മാദികളൊക്കെ വന്ന് സ്തുതിച്ചു. എന്നിട്ടൊന്നും ആ നൃസിംഹമൂർത്തിയുടെ ക്രോധത്തിന് യാതൊരു ശമനവും ഉണ്ടായില്ല. ഒടുക്കം ബ്രഹ്മാവ് പറഞ്ഞു, ഉണ്ണി പ്രഹ്ലാദ, നിനക്ക് വേണ്ടിയല്ലേ ഭഗവാൻ ഇങ്ങനൊരു അവതാരം എടുത്തിരിക്കുന്നത്, ഒന്ന് പോയിട്ട് സ്തുതിക്കുമെന്നാണ്. നിർഭയനായിരിക്കുന്ന പ്രഹ്ലാദൻ ആ നരസിംഹമൂർത്തിയുടെ അടുത്തേക്ക് നീങ്ങി. ശ്രദ്ധിക്കാം, നരസിംഹമൂർത്തിയെ കണ്ട് പേടിക്കാത്തതായിട്ട് ഈ ബ്രഹ്മാണ്ടത്തിൽ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. വെറും 2 പേര്. അതിൽ ഒന്ന് ഈ പ്രഹ്ലാദന് ലവലേശം പോലും ഭയം ഉണ്ടായില്ല ആ നരസിംഹമൂർത്തിയെ കണ്ടിട്ട്. കാരണം എന്താ വെച്ചാൽ തൻ്റെ ഉപാസനാമൂർത്തി അത്. അടുത്തൊരാളാരാന്ന് വെച്ചാൽ ഹിരണ്യകശിപുവാണ്. അദ്ദേഹം നല്ല യോദ്ധാവാണ്, ധീരനാണ്. അതുകൊണ്ട് ആ ഹിരണ്യകശിപുവിനെ പേടിപ്പിക്കാൻ ഈ നരസിംഹമൂർത്തിയെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തുക ചെയ്തത്. എന്നുവെച്ചാൽ താൻ അന്വേഷിക്കുന്ന മഹാവിഷ്ണു ഏത് രൂപത്തിൽ വന്നാലും യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. പിന്നെന്തിനെ പേടിക്കണത്? ഒരു ഭയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ ആ പ്രഹ്ലാദൻ പതുക്കെ ചെന്ന് ആ നരസിംഹമൂർത്തിയുടെ പാദം തൊട്ട് ഒന്ന് നമസ്കരിച്ചു. അതോടുകൂടി ആ ക്രോധം ഏത് വഴിക്ക് പോയി എന്ന് കണ്ടില്ല. പിന്നെതാ ആ പ്രഹ്ലാദൻ സ്തുതിക്കുന്നുണ്ട്. ആ നരസിംഹമൂർത്തി ശ്രദ്ധയോടുകൂടിയിട്ട് പ്രഹ്ലാദൻ്റെ സ്തുതി ആസ്വദിക്കുന്നു. ഇന്നിപ്പോൾ ഏതായാലും ആ ഒരു ഭാവത്തിൽ അവിടെ അങ്ങോട്ട് നിൽക്കട്ടെ. ശാന്തചിത്തനായിരിക്കുന്ന ആ നരസിംഹമൂർത്തി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം നമുക്കിവിടെ സമർപ്പിക്കാം. ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ 3ാമത്തെ ദിവസമായിരിക്കുന്ന ഇന്ന് വിധിപ്രകാരം തന്നെ തൃതീയെ സപ്തമ പൂരണം എന്ന ശാസ്ത്രം 3ാമത്തെ ദിനം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് സപ്തമസ്കന്ധത്തിലെ 15 വരെയുള്ള അധ്യായങ്ങൾ വായിച്ച് സമർപ്പിക്കണം എന്നാണ്. ആ ഒരു ലക്ഷ്യത്തിൽ എത്തിയിട്ടുണ്ട്. ഒരു മംഗള ജപത്തോടു കൂടിയിട്ട് ഇന്നത്തെ ഭാഗം നമുക്ക് സമർപ്പിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനെ ഹരിദാസ്യമൊടനിശം മമ വളരാൻ വഴിവരണേ. ഹരശങ്കര ശിവശങ്കര മരണേ മമ ഗുരുമന്ദിരരമണേ മതിവരണേ. തരണേ മമ ഹരിതൻ മൃദുചരണേ രതി ശിവനേ. ഹരശങ്കര ശിവശങ്കര ഇനിങ്ങനെ ജനനി ജനജഠരേ അധിവാസം. പനിമാമല മകൾ തൻ വരവറുതേ അരുളരുതേ. ഹരശങ്കര ശിവശങ്കര മുരളീരവ തരളീകൃത നവവല്ലഭ വനിത.
വരമണ്ഡല പരിമണ്ഡിത ഗുരുമന്ദിരപതിയായി കലരുന്നൊരു നല്ല ജീവിതം ഇവനേക്കുക ശിവനേ. മലസായക മധുസൂദന ദയിത ഹരശങ്കര ശിവശങ്കര. മരണാർണവതരണപ്ലവമരുണാംബുജസുഭകം ശരണം തിരുജവസൽ പുരവരത്തെ മമ ശരണം. ഹരശങ്കര ശിവശങ്കര. കരുണാകരമയി നീ കൃപ കലരാതെ കഴിച്ചാൽ വരുമോ തരമഗജാവര ഹരിതൻ പദമണയാൻ. ഹരശങ്കര ശിവശങ്കര. അജനാരത സുരനായകർ പണിയും തിരുവടിയും സജലാംബുദ സുഭഗം തിരുഉടലം തിരുമുടിയും മധുരാധര സുധയും തൊടുകുറിയും കുറുനിരയും മധുമാധുരി പൊഴിയും ഭവമൊഴിയും തിരുമൊഴിയും വിഭുസുന്ദരമുഖവും ദയവഴിയും തിരുമിഴിയും വിധുശേഖര വിളയാടണം അനിശം മമ കരളിൽ. ഹരശങ്കര ശിവശങ്കര. കദളീഗിരിധരണീസുരധണിതം ബഹുഫലതം മുരളീധര ചരണാംബുജ ഗദിതം കുരുതദിതം. ഹരശങ്കര ശിവശങ്കര. ഹര ഹര നമ പാർവതീപതേ. ജാനകീകാന്തസ്മരണം ഗോവിന്ദനാമസങ്കീർത്തനം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഹരി ശരണം മേ തവ ശരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യഃ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.